ഡൽഹിയിൽ നടക്കുന്ന സമരം രാഹുൽ ഗാന്ധി ഹൈജാക്ക് ചെയ്തെന്ന് ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിച്ചു. രാഹുൽ ഗാന്ധി സമരത്തിൽ ഇടപെട്ടതോടെ സമരം അനാഥമായി. ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം നൽകുകയാണ്. സമരത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ കോൺഗ്രസ് ചിത്രത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. രാഹുൽ ഗാന്ധി വിദേശത്ത് പോയി തിരിച്ചു വന്നതോടെയാണ് ബഹളം തുടങ്ങിയത്. മോദിയും അമിത്ഷായും രാജിവെക്കണമെന്നായി നിലവിലെ ആവശ്യമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. മോദി സർക്കാരിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ബിജെപി കോഴിക്കോട് നടത്തിയ ബഹുജന റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കെ സുരേന്ദ്രൻ. അരയിടത്ത് പാലത്ത് നിന്നും മുതലക്കുളത്തേക്ക് റാലിയും സംഘടിപ്പിച്ചു. രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും പ്രതീകാത്മകമായി ചങ്ങല അണിയിച്ചാണ് ബിജെപി പ്രവർത്തകർ റാലി സംഘടിപ്പിച്ചത്. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർന്നതിനെതിരെ വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ആശങ്ക മുതലെടുത്തുകൊണ്ട് വിദ്യാർത്ഥികളുടെ പേരിൽ നടക്കുന്ന ജന്തർ മന്ദറിലെ സമരം ഏതാണ്ട് 40 ദിവസത്തോളം അടുക്കുകയാണ്. ആ സമരം ഹൈജാക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അറിഞ്ഞുകൂടായാലും ഇത്ര ദിവസം എവിടെയായിരുന്നു നമുക്ക് ആർക്കും അറിയില്ല. ജന്തർ മന്ദറിൽ ഈ സമരമൊക്കെ നടക്കുമ്പോ രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ എവിടെ ഉണ്ടായിരുന്നില്ല. എവിടെയാ ഉള്ളതെന്ന് കേന്ദ്ര സർക്കാരിന് അറിയാം. പക്ഷെ അത് രാഹുൽ ഗാന്ധിക്ക് അറിയാം, മോദിക്കും അറിയാം. ഇങ്ങനെ ഒരാള് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായി ഒരു 25 കൊല്ലം കൂടി ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയാൻ എനിക്കൊരു മടിയില്ല. പുള്ളി ഇടക്കിടക്ക് പോവും, ഒരു 1.5 ആഴ്ച 2 ആഴ്ച അവിടെ താമസിക്കും, തിരിച്ചു വരും, പെട്ടെന്ന് കുറച്ച് ബഹളങ്ങൾ വയ്ക്കും. അപ്പൊ ഈ 40 ദിവസമായിട്ട് അവിടെ നടക്കുന്ന സമരത്തിൽ രാഹുൽ ഗാന്ധി ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല, കോൺഗ്രസ് പാർട്ടി ഉണ്ടായിരുന്നില്ല. നോക്കൂ, ഇത്രയും ദിവസം കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ അവരുടെ വിദ്യാർത്ഥികൾ നടത്തിയ സമരത്തിൽ എന്തുകൊണ്ട് കോൺഗ്രസിലെയോ ലെഫ്റ്റിലെയോ ആരും പങ്കെടുത്തില്ല? ഇപ്പൊ എന്താ പങ്കെടുക്കുന്നത്? ഇപ്പൊ എന്താ പുതിയ ആവശ്യം? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. അതിനിടയ്ക്ക് അവർ പറഞ്ഞിട്ടു ധർമ്മേന്ദ്ര പ്രധാന്റെ കയ്യിൽ നിന്ന് പോയി, ഇപ്പൊ ഇനി മോദി അമിത്ഷാ രാജിവെക്കണം എന്നാണ്. ചോദ്യ പേപ്പർ ചോർന്നതിന് എന്തോ ആയിക്കോട്ടെ, കുട്ടികളൊരു സമരം നടത്തി, അത് നഷ്ടപരിഹാരവും കാര്യങ്ങളൊക്കെ അവരെത്തിക്കും. ഈ ചങ്ങാതി ഉപ്പായിട്ട് ഇറങ്ങിയതോടുകൂടി ആ കുട്ടികൾ നടത്തിയ സമരം അനാഥമായി പോയി എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി നൽകിയ സംഭാവന എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇയാൾ എവിടെയെല്ലാം സമരത്തിൽ ഇറങ്ങിയിട്ടുണ്ടോ അവിടെ എല്ലാം ഇതാണ്.